ഇസ്ലാമിൻ്റെ നോമ്പ് വളരെ വളരെ പ്രത്യേകതകൾ നിറഞ്ഞ, വളരെ രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു കർമ്മമാണ്, ഒരു ഇബാദത്താണ്. കാരണം ഇതിനെപ്പറ്റി ശരിക്കും ജനങ്ങൾ അല്ലെങ്കിൽ ആളുകൾ പഠിക്കുന്നുണ്ടോ എന്ന് വളരെ സംശയമാണ്. കാരണം ഇന്ന് നോമ്പ് വന്നു കഴിഞ്ഞാൽ അത് ആസ്വദിക്കാതെ, ആസ്വദിക്കുന്നത് നമ്മുടെ മനസ്സ് ശുദ്ധിയാവുന്നു, നമുക്ക് ഒരുപാട് ഇരട്ടിയോളം പ്രതിഫലങ്ങൾ ഓരോ കർമ്മത്തിനും കിട്ടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരം ശുദ്ധിയാക്കുന്നു, മനസ്സ് ശുദ്ധിയാക്കുന്നു. ഒരുപാട് ഉയർച്ചകൾ ഈ നോമ്പ് കഴിഞ്ഞാലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് അത് നേടിയെടുക്കാനുള്ള ഒരു സന്ദർഭമാണ്. അത് ഒരു മാസം കഴിഞ്ഞാൽ അങ്ങനെ തീർന്നു പോകും, പിന്നെ അടുത്ത കൊല്ലം വരണം. ഈ ഒരു മാസം കഷ്ടപ്പെടുന്നത് വലിയൊരു കർമ്മമാണത്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കാണാൻ പറ്റിയായിരുന്നെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ടിത് അങ്ങനെ മത്സരിച്ച് ചെയ്യുമായിരുന്നു. കാണാൻ പറ്റുന്നില്ലല്ലോ, അത് സങ്കല്പമാണല്ലോ. ഇന്ന രീതിയിലൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞു വച്ചിട്ടുള്ളൂ. അതിനെ നമുക്ക് ഈ ലോകത്തിരുന്നു കൊണ്ട് അതിൻ്റെ പ്രതിഫലങ്ങൾ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതിനകത്ത് ചെയ്യേണ്ടത് ആ രീതിയിലേക്ക് ഇതിനകത്തേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ ഇതിന് ശേഷം, നോമ്പതിന് ശേഷം പല പല അനുഗ്രഹങ്ങൾ നമുക്ക് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ശാരീരികമായിട്ടൊക്കെ നമുക്ക് കിട്ടും. അതിന് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം, അപ്പോഴാണത് കിട്ടുന്നത്. പിന്നെ അങ്ങനെ നോമ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ദുഃഖം ഉണ്ടാവുകയും അടുത്ത കൊല്ലം ആ നോമ്പിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ആളുകളായി മാറും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. ഖുർആൻ ഓതുമ്പോൾ, അതുപോലെ ദിക്റുകൾ ചെല്ലുമ്പോൾ, നമസ്കരിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിൽ ഉണ്ടാവണം, നമുക്ക് ഇരട്ടി ഇങ്ങനെ കൂലികൾ, അതായത് പ്രതിഫലങ്ങൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു തോന്നലുണ്ടാവണം. അപ്പോഴാണ് നമുക്കത് കൂടുതൽ ചെയ്യാൻ തോന്നുള്ളൂ. അല്ലെങ്കിൽ ആ ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നാതെ ഒരു രസം കിട്ടുകയുള്ളൂ. ഇപ്പോൾ പള്ളികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പള്ളി കമ്മിറ്റിക്കാരൊക്കെ പറയാറുണ്ട്, എന്തോരം പിരിവാന്ന്. തിരിച്ച് ചിന്തിച്ച് നോക്കിയേ. അതായത് നമ്മൾ ആഹാരം ഉണ്ടാക്കാനും അല്ലെങ്കിൽ കുഴിമന്തി കഴിക്കാനും അതിനും ഇതിനൊക്കെ എത്രയോ പൈസകളാണ് നമ്മൾ ചിലവാക്കുന്നത്. അപ്പോൾ ആ ചിലവാക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ആളുകളൊന്ന് പിരിവ് പള്ളികളിൽ ചോദിക്കുന്നു. നമ്മൾ ഈ തിരിച്ച് നമ്മുടെ കയ്യിലുള്ള കാശുകൾ പല കാര്യത്തിനും കൊടുത്ത് വലിയൊരു സദക്കയുടെയും സക്കാത്തിൻ്റെയൊക്കെ കൂലികൾ നമ്മളിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ കുടുംബത്തിലും പാരമ്പര്യത്തിലൊക്കെ അതെങ്ങനെ ഐശ്വര്യം വന്നുകൊണ്ടിരിക്കും. നമ്മളത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമ്മൾക്ക് അറിയാൻ പറ്റില്ല. പല അപകടങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവും, പല രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടിയിട്ടുണ്ടാവും. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. പക്ഷെ ഇതിൻ്റെ ഒരു ബർക്കത്താണ് അതുകൊണ്ടൊക്കെ നേടാൻ കഴിയുന്നത്. അത് നമ്മുടെ ചിന്തയിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്കതിനടുത്ത് ഒരു രസവും ആനന്ദവും ഒക്കെ ഉണ്ടാവുന്നത്. ഭക്ഷണം കൂടുതൽ കയറ്റും തോറും നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ ഭയങ്കര ക്ഷീണമായിരിക്കും. ലിമിറ്റ് ചെയ്യണം. ഇത് കാലങ്ങളായിട്ട് മുസ്ലിം സമുദായം ചെയ്തു വരുന്ന ഒരു ഒരു ഇബാദത്ത്, ഒരു കർമ്മമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു സുഖം എന്ന് പറയുന്നത് 30 ദിവസമാണല്ലോ ഈ നോമ്പ്. ഈ നോമ്പ് തുറക്കുന്ന ഒരു സമയത്ത് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളോട് പറഞ്ഞിരിക്കുന്ന 2 സന്തോഷത്തെപ്പറ്റി പറയുന്നുണ്ട് അവരോട്. അതായത്, ഒന്ന്, നിങ്ങൾ നോമ്പ് പിടിച്ചതിന് ശേഷം ഈ നോമ്പ് തുറക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഒരു സന്തോഷം. 2, നിങ്ങൾ ദൈവത്തിന്, അള്ളാഹുവിനെ നേരിട്ട് കാണുന്നൊരു സമയമുണ്ട്. അത് ഇവിടുന്ന് മരണപ്പെട്ട് പോയതിന് ശേഷം സ്വർഗത്തിൽ വെച്ച് നിങ്ങൾ അള്ളാഹുവിനെ നേരിട്ട് കാണും. അത് അഭൂതമായ ഒരു നിമിഷവും ഒരു ആനന്ദവും ഒരു സന്തോഷമാണ്. നോമ്പ് പിടിക്കുന്ന ആളുകൾക്ക് 2 സന്തോഷത്തെ പറ്റി പറയുന്ന ഇതാണ്. ഇത് ഈ ഭൂമിയിൽ വെച്ച് അനുഭവിക്കുന്ന ഒരു സന്തോഷം, ഈ ആൾ അത്രയും നേരം ഒന്നും കഴിക്കാതെ ഇരുന്നിട്ട് ആ സമയത്ത് കഴിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുന്നുണ്ടോ അദ്ദേഹത്തിന്. ആ സന്തോഷമാണ് ഈ നോമ്പിനെ അഡിക്റ്റാക്കുന്നത്. ഈ സന്തോഷം ഇങ്ങനെ അനുഭവിച്ച് അതിനു വേണ്ടി തന്നെ ഈ നോമ്പ് ഇങ്ങനെ വരും. പിന്നെ ആത്മീയമായ കുറേ കാര്യങ്ങളുണ്ട്. 70,000 ഇരട്ടിമാരെയും നമ്മളിപ്പോൾ ഒരു 10 രൂപ ഒരാൾക്ക് സഹായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് 70 മുതൽ 70,000 ഇരട്ടി വരും അയാൾക്ക് ആ ഗുണം കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ എന്ത് കർമ്മങ്ങൾ ചെയ്താലും അതിന് ഇത്രയും ഇരട്ടി കിട്ടും എന്നുള്ളൊരു ധാരണ. ഏറ്റവും വലുത് ഈ ഇതിന് അഡിക്റ്റാവുന്ന ഒരു ചിന്ത, നമ്മൾ ആ സന്തോഷം ആണ്. നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അത് അനുഭവിച്ചാലേ മനസ്സിലുള്ളൂ. കാരണം വിശന്നിരിക്കുന്ന ഒരാൾ, നമ്മളെല്ലാവരും ഇപ്പോൾ ഏത് സമുദായത്തിൽപ്പെട്ട ആളുകളും വിശന്നിരിക്കുമ്പോൾ
ഒരു സാധനവും കിട്ടാതെ നമുക്കിങ്ങനെ വിശന്ന് കുറേ നേരം ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഭക്ഷണം കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ആ സന്തോഷം ആണ് തലച്ചോറിലുണ്ടാവുന്ന ആ സന്തോഷം, ഡോപ്പമിൻ. ആ ഡോപ്പമിൻ നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു ആനന്ദം ചെറുതല്ല. അത് നോമ്പ് പിടിക്കാൻ വീണ്ടും 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 നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഈ നോമ്പ് തുറ വേറൊരു കാര്യം സംഭവിക്കുന്നത്, നമ്മൾ ഈ നോമ്പ് തുറക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷം അടിപ്പോവും. നമുക്ക് പിന്നെ ആ ആനന്ദം കിട്ടില്ല. നമുക്ക് ശരീരത്തിന് അസ്വസ്ഥതയും ക്ഷീണവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ചില ആളുകൾക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും കുഴപ്പമുണ്ടാവില്ല. പക്ഷേ അല്ലാത്ത ആളുകൾ അത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. നമ്മൾ കഴിച്ചതിന് ശേഷം നമുക്ക് എരിവ് വയറ്റി ചെന്നാൽ പ്രശ്നമുള്ള ഭയങ്കര ക്ഷീണം ഉണ്ടാവും. വയറ് നിറച്ച് ശരിക്കും മാംസാഹാരങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. അങ്ങനെ ക്ഷീണം വന്നു കഴിഞ്ഞാൽ ആ ആനന്ദം അവിടെ നഷ്ടപ്പെടുകയാണ്. അതിന് ശരിക്കും വയറ് നിറച്ച് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സുകൾ കഴിക്കുകയോ അതുപോലെ വെള്ളം കഴിക്കുകയൊക്കെ ചെയ്ത് സ്വസ്ഥമായിരിക്കുമ്പോൾ നമുക്കൊരു എനർജി കിട്ടും. ആ എനർജി കിട്ടി അത് ദഹിച്ചതിന് ശേഷമാണ് പതുക്കെ ആഹാരം കഴിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു സുഖം കിട്ടുകയുള്ളൂ. അപ്പോൾ ആ സുഖം കിട്ടാൻ വേണ്ടി തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രാത്രി കാലങ്ങളിൽ അത് അനുവർത്തിക്കണം. അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടുന്നത് വാരി വലിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ നോമ്പിൻ്റെ സുഖം കിട്ടില്ല. കാരണം പിന്നെ നോമ്പ് 10 കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര ക്ഷീണം ഇങ്ങനെ കൂടി കൂടി വരും. അപ്പോൾ അതിന് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചാൽ അസ്വസ്ഥത ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് മാറ്റണം. അത് നമുക്ക് വേണമെങ്കിൽ ചോറും മാത്രം എരിവൊക്കെ കളഞ്ഞ് അല്ലാതെ എന്തെങ്കിലുമൊക്കെ കറികളുണ്ടാക്കി കഴിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് സുഖം കിട്ടണമെന്നുണ്ടോ? അപ്പോൾ അങ്ങനെ കഴിക്കാൻ പാടുള്ളൂ. അതുപോലെ നമ്മുടെ വയറ്റിൽ നിറച്ചും ആസിഡുകളായിരിക്കും നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴത്തേക്കും. അപ്പോൾ ശരിക്കും നാരങ്ങ വെള്ളമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അസ്വസ്ഥത കൂടും. വെള്ളം കഴിച്ച് അത് നേർപ്പിച്ചതിന് ശേഷമാണ് ശരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ആർത്തി ഉണ്ടാകും ഭക്ഷണം കഴിക്കാനുള്ളത്. അപ്പോൾ ഇങ്ങനെ വെട്ടി വാരി വലിച്ച് പെട്ടെന്ന് കഴിക്കരുത്. കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ശരീരത്തിന് ഭയങ്കര ദോഷം ഉണ്ടാവുകയും ആ നോമ്പിൻ്റെ ആ ഒരു ഇത് കിട്ടില്ല, ഗുണം കിട്ടില്ല. അത് ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാകും. പിന്നെ നമുക്ക് രാത്രിക്ക് പോയി തറാവീഹൊക്കെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും. ആ തറാവീഹ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ആത്മീയതയോടൊപ്പം തന്നെ ഭൗതികമായ കുറേ ഗുണങ്ങൾ തറാവീഹ് കൊണ്ട് കിട്ടുന്നുണ്ട്. കാരണം ആ സമയത്ത് ഒരു എക്സസൈസ് പോലെ ഇത് പ്രവർത്തിക്കുകയും നമ്മൾ കഴിച്ച ഭക്ഷണങ്ങളൊക്കെ ദഹനത്തിന് പെട്ടെന്ന് ഊർജം ഉണ്ടാക്കി കൊടുത്ത് പെട്ടെന്ന് ദഹിക്കുകയും ഒക്കെ ചെയ്ത് നല്ലൊരു സുഖം ഈ തറാവീഹ് നിസ്കാരം കഴിഞ്ഞ ശേഷം കിട്ടും. വയറ് കണ്ടീഷനായാൽ തന്നെ നല്ലൊരു ആനന്ദമായിരിക്കും. ഈ ഭാഗത്ത് ചെയ്യാനും കർമ്മങ്ങളൊക്കെ ചെയ്യാൻ നല്ലൊരു സുഖമായിരിക്കും. അല്ലെങ്കിൽ ഈ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവിടെ വേദന, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ വേദനയൊക്കെ ഉണ്ടായിട്ട് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവും. അപ്പോൾ ഇത് നല്ല എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ നമ്മൾ തന്നെ പഠിക്കണം. നമുക്ക് എണ്ണ പലഹാരങ്ങൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ അസ്വസ്ഥതയുണ്ടാവും. ശരിക്കും അത് നമുക്ക് പറ്റിയതല്ല എന്ന് ശരീരം കാണിച്ചു തരുന്നതാണ് വേദനകളും അസ്വസ്ഥതകളും എല്ലാം. അപ്പോൾ ശരിക്കും ചെയ്യേണ്ട കാര്യം വെള്ളം ശരിക്കും കുടിച്ച് വയറ് നേരെ ഉള്ള ആസിഡിനെ നേർപ്പിച്ചിട്ട് വേണം കുറച്ച് നേരം കഴിഞ്ഞ് ആഹാരം കഴിക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ഈ നോമ്പ് കൊണ്ട് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. പക്ഷേ നോമ്പ് നല്ല രസവും സുഖവുമാണ്. അത് നമ്മൾ ആസ്വദിക്കണമെങ്കിൽ നമ്മുടെ ഭക്ഷണം ക്ലിയർ ചെയ്യണം. എന്നാലേ നമുക്കത് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥതകളുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോമ്പ് എത്രയും പെട്ടെന്ന് തീർന്നാൽ മതിയെന്ന് ഒരു തോന്നലുണ്ടാവും. മറ്റേതങ്ങനെയല്ല. നോമ്പ് തീരല്ലേ തീരല്ലേ എന്നൊരു രസകരമായ രീതിയിലേക്ക് വരും. നമസ്കാരങ്ങൾ, പള്ളിയിൽ പോക്ക്, ആളുകളെ കാണൽ, അതുപോലെ രാത്രിയിൽ നമസ്കാരം, ഭക്ഷണം, കാര്യങ്ങൾ. അപ്പോൾ ഈ ചില ആളുകൾ ഈ കഞ്ഞി ഉണ്ടാക്കി കഴിക്കും. ഈ കഞ്ഞിയിൽ തേങ്ങ അരച്ച് ചേർത്തിട്ട് കഴിക്കുന്ന ആളുകളുണ്ട്. അത് എല്ലാ ആളുകൾക്കും പറ്റില്ല. ചില ആളുകൾ കഴിച്ച് കഴിഞ്ഞാൽ വയറ്റിൽ അസ്വസ്ഥതയാണ്. അപ്പോൾ അവർക്കത് പറ്റില്ല എന്നർത്ഥം. പക്ഷെ അത് അവർ മൈൻഡ് ചെയ്യാതെ വീണ്ടും വീണ്ടും കഴിക്കും. പക്ഷേ അത് ശരീരത്തിന് ദോഷമുണ്ടാവും. അതുപോലെ കൊളസ്ട്രോൾ കൂടുന്ന ഒരു കാലഘട്ടമാണിത്. കാരണം മീറ്റ് അധികം ഉപയോഗിക്കുന്ന ഒരു സമയമാണിത്. മിക്ക ദിവസങ്ങളിലും മീറ്റ് ഉണ്ടാവും. മീറ്റ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ശരീരത്തിലേക്ക് കൊളസ്ട്രോൾ കയറി വരാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ മീറ്റ് കഴിക്കലൊക്കെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യണം. അതിനൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ മറ്റുള്ള ആഹാരങ്ങൾ, ഇപ്പോൾ കഞ്ഞി കഴിക്കാൻ പറ്റുന്ന ആളുകൾക്ക് കഞ്ഞി കഴിക്കാം. അതുപോലെ ഉള്ള ഇപ്പോൾ എത്ര നിങ്ങൾ മീറ്റും എന്തൊക്കെ കഴിച്ചാലും നോമ്പ് ഒരു 10 കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൽ അത് പിടിക്കില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും.
എത്ര ആഹാരം നിറച്ച് കഴിച്ചാലും കാലത്ത് എണീക്കുമ്പോൾ ക്ഷീണമായിരിക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ ക്ഷീണം തുടങ്ങും. അത് ഈ നോമ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിച്ചാലാണ് ശരീരത്തിൽ എനർജി നിൽക്കുള്ളൂ. അത്രയും 16 മണിക്കൂർ 13 മണിക്കൂർ ഒന്നും കഴിക്കാതിരിക്കുമ്പോൾ നമുക്ക് എനർജി ഇല്ലാണ്ടായി പോകും, എത്ര ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചാലും. കാരണം ഒരു മനുഷ്യന് ഒരു പരിധി വരെ ആണല്ലോ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വാരി വലിച്ചത് കണ്ടില്ലേ, ഇതുപോലെയൊക്കെ ഉള്ള സാധനങ്ങൾ വാരി വലിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഇബാദത്തെടുക്കാൻ പറ്റില്ല, പള്ളിയിൽ പോകാൻ പറ്റില്ല, ക്ഷീണമായിരിക്കും. അപ്പോൾ എപ്പോഴും നമുക്ക് ശരീരത്തിന് പറ്റുന്ന സാധനങ്ങൾ നമ്മൾ തന്നെ പഠിച്ച് വേണം കഴിക്കാൻ. മിക്കവാറും ഏറ്റവും നല്ലത് ഇപ്പോൾ തണ്ണിമത്തൻ വില കുറഞ്ഞ സാധനമാണ്, നല്ല സാധനമാണ്. അത് അരിഞ്ഞിട്ട് വയറ് നിറച്ച് കഴിച്ചു നോക്കി നോമ്പ് തുറന്നതിന് ശേഷം. നല്ല വിശപ്പ് മാറും, കുറച്ച് നേരം കഴിയുമ്പോൾ നല്ലൊരു എനർജി ഇരിക്കും. അപ്പോൾ ഈ തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന എന്തെങ്കിലുമൊക്കെ കഞ്ഞിയൊക്കെ കഴിക്കാൻ പറ്റും. രാത്രി കാലങ്ങളിൽ ഏറ്റവും നല്ലത് രാത്രി കാലങ്ങളിൽ ആ ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് നേരം വെളുത്ത് നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ എനർജി നിൽക്കും. അത് മാത്രമല്ല, ഈ രാത്രി ഭക്ഷണം കഴിച്ച് കിടക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവും. നമ്മൾ ഉറങ്ങാണല്ലോ, ഉറക്കം ശരിയാവില്ല. അതും ഒരു കുഴപ്പമാണ്. ഗ്യാസ് ഫോം ചെയ്യും വയറ്റിൽ. അതുപോലെ ഈ തേട്ടി കയറി വരും, പുളിച്ച് തേട്ടി കയറി വരും. അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എം ടി ആയിരിക്കുന്നത് നല്ലത്. വെള്ളം മാത്രം കഴിച്ച് കുറച്ച് എന്തെങ്കിലും ചെറിയായിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുന്നത് നല്ലത്. അങ്ങനെ വരുമ്പോൾ നേരം വെളുത്ത് എണീക്കുമ്പോൾ ഭയങ്കര ഉറക്കച്ചടവുണ്ടാവും. പിന്നെ ഈ രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്ക് ഒന്നും കഴിക്കാൻ തോന്നില്ല. ഇങ്ങനെ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നേരം വെളുത്ത് ഒരു 4 മണിക്കൊക്കെ എണീച്ച് കഴിക്കാനായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം ശരിക്കും കഴിക്കാൻ പറ്റും. എന്ത് ഭക്ഷണമാണെങ്കിലും ആ സമയത്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കാൻ തോന്നും. അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കരിക്കാനൊക്കെ നിൽക്കുമ്പോൾ നല്ലൊരു എനർജി ഉണ്ടാവും. കുറേ നേരത്തേക്ക് ആ എനർജി നിൽക്കും. അപ്പോൾ അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ നോമ്പ് കൊണ്ട് നമുക്ക് ശാരീരികമായൊരു ഗുണം നമുക്കവിടെ കിട്ടില്ല. ശരിക്കും നോമ്പ് ഒരു ബൂസ്റ്റിംഗ് ആണ്. കാരണം ശരീരത്തിനും മനസ്സുകൊണ്ട് നമ്മൾ കൂടുതൽ ആത്മീയമായി അടുക്കുന്നു. അപ്പോൾ വീണ്ടും ആ ഒരു കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ആ ബൂസ്റ്റിങ്ങിലേക്ക് വരും, ഉയർത്തെഴുന്നേൽക്കുകയാണ്, കൂടുതൽ അടുക്കുകയാണ്. അടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടെ നന്നാവാണ്. അങ്ങനെ നല്ല രീതിയിലേക്ക് വഴിയിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് നോമ്പ് വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ശരീരവും അതുപോലെ ക്ലീനാവുന്നു. ആ ക്ലീനാക്കണമെങ്കിൽ ഇതുപോലെ ഭക്ഷണം കൂടുതൽ കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഞരമ്പുകളിലൊക്കെ ബ്ലോക്കുകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ആ ബ്ലോക്കുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നോമ്പ്. അത് എല്ലാവരും മനസ്സിലാക്കണം. ശരീരത്തിലെ ചെറിയ നാരുകൾ പോലുള്ള ഈ ഞരമ്പുകളിലൊക്കെ ബ്ലോക്കുകൾ വരുന്നത്, ആ ബ്ലോക്കുകളൊക്കെ ശുദ്ധിയാവാൻ ഈ നോമ്പ് ശരിക്കും ഉപകാരപ്പെടുന്നുണ്ട്. അത് തിരിച്ച് നമ്മളിങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാകുന്നു. ശരിക്കും നോമ്പൊക്കെ അതികഠിനമായി ഭക്ഷണം കഴിക്കുന്ന ആളുകൾ വീട്ടിൽ വന്നാൽ അല്ലെങ്കിൽ അവിടെ ചെന്ന് കിടക്കുന്നതാണ്. കാരണം ക്ഷീണമാണ്, ദഹിക്കാൻ വേണ്ടി ശരീരത്തിന് കൂടുതൽ പ്രവർത്തനം വേണ്ടി വരുമ്പോൾ നമുക്ക് അന്യായ ക്ഷീണമായിരിക്കും. അത് ആണ് തെറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ശരീരത്തിനെ ക്ലീൻ ചെയ്യാനും മനസ്സിനെ ഉയർത്തി എണീപ്പിച്ച് നമ്മൾ ശരിക്കും ആത്മീയമായി അടുക്കാനും വേണ്ടിയിട്ടാണ് നോമ്പ്. ഒരു ബൂസ്റ്റിംഗാണ് എല്ലാം കൊണ്ടും. അതിനെ ശരിക്കും ഉപകാരപ്പെടുത്തിയില്ലെങ്കിൽ ഈ കഷ്ടപ്പെട്ടിട്ട് ദോഷം അല്ലാതെ ഗുണം ഉണ്ടാവില്ല. അപ്പോൾ ഇതിനെ ശരിക്കും മനസ്സിലാക്കി തന്നെ വേണം ചെയ്യാനായിട്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു കാരക്ക കൊണ്ടൊക്കെ നോമ്പുറന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് അത്രയുള്ള എനർജി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈന്തപ്പഴം കഴിച്ച് അവർക്ക് ആ എനർജി കിട്ടി, കൂടുതൽ വെള്ളം കഴിച്ചു. അന്നത്തെ കാലഘട്ടത്തിൻ്റെ അവസ്ഥ അതായിരുന്നു.